ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വിശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ വിശേഷം എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമ്മളിൽ ഒരുപാട് ഹോം ബേക്കേഴ്സ് ഉണ്ടല്ലോ. അവരെല്ലാവരും ഇപ്പോൾ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിട്ടായിരിക്കില്ല ഹോം ബേക്കർ ആയിട്ടുണ്ടായിരിക്കുക. നമ്മളിപ്പോൾ കേക്ക് ചെയ്യണോ, അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണോ, പിന്നെ ഐസിങ് ചെയ്യണോ, അതും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണോ, സെയിൽ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മളൊരു ഹോം ബേക്കർ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ഹോം ബേക്കർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, ഒട്ടുമിക്ക പേരുടെയും ആ ഒരു ആഗ്രഹമായിരിക്കും അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന ഒരു ബേക്കർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഷെഫാണ്, ഒരു പ്രൊഫഷണൽ ഷെഫ് ആവണം എന്നുള്ളൊരു ആഗ്രഹം. അത് എല്ലാവരിലും ഉണ്ടായിരിക്കും, എന്നിലും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ലൈഫും അതുപോലെ സാഹചര്യങ്ങളൊന്നും അങ്ങോട്ട് നമ്മൾ എത്തിക്കണില്ല എന്നാണ് കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതൊന്നുമില്ല കേട്ടോ. നമ്മൾ നാട്ടിൽ തന്നെ തിരൂർ സെൻട്രൽ തന്നെ ആയിട്ട് ഒരു കോളേജ് ഉണ്ട്. ആർട്സും അതുപോലെ കുക്കിങ്ങും ബേക്കിങ്ങും എല്ലാം കൂടി പഠിപ്പിക്കണ, ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോളേജാണ്. ഈ ഒരു കോളേജിലേക്ക് ഞാൻ ഒരു ജോലിയായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അവിടെ ഫോണ്ടൻറ്റിൻ്റെ ടീച്ചറായിട്ടാണ് ജോലി ചെയ്യണത് കേട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റ് ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഒരു 5-6 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസും കഷ്ടപ്പാടും കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നല്ലൊരു ഹോം ബേക്കറായി മാറുക. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാനോ ഒന്നും ആഗ്രഹിക്കണില്ല. ലൈഫ് ലോങ് ആയിട്ട് കൊണ്ടുപോകണം, ഒരുപാട് നാൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിലൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകാറുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തുടർന്നും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അതുപോലെ തന്നെ ആവണം എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുമുണ്ട്. പിന്നെ ഞാൻ കേക്ക് കോമ്പറ്റീഷനിൽ 2-3 കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജഡ്ജസായി വരാറുണ്ടായിരുന്നത് ഇവരാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ മലപ്പുറം ഏരിയയിൽ എവിടെ കോമ്പറ്റീഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ജഡ്ജസായിട്ട് ഇവർ വരാറുണ്ട്. ഈ കോളേജിലെ ടീച്ചേഴ്സാണ്. അപ്പോൾ അവർ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ഫോണ്ടൻറ്റിൻ്റെ ക്ലാസ്സിൽ എടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ദിവസത്തെ ക്ലാസ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോളേജിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണലായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ നല്ല നല്ല കോഴ്സസ് ഉണ്ട്. അതുപോലെ സർട്ടിഫിക്കറ്റ് ഉള്ള കോഴ്സുകളാണ് കേട്ടോ എല്ലാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചറിഞ്ഞു. കാരണം ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ചോദിക്കും ഇതിലെന്തെല്ലാം കോഴ്സ് ഉണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് അവരുമായിട്ടൊന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇവിടെ ഒരുപാട് കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ബ്രെഡ് മേക്കിംഗ്, അതുപോലെ പിസ്സ, അങ്ങനെയുള്ള ഐറ്റംസ്, കുക്കീസ്, കേക്കിൻ്റെ തന്നെ എല്ലാ ഐറ്റംസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. പിന്നെ 1 വീക്കിൻ്റെ കോഴ്സ്, 1 മന്തിൻ്റെ കോഴ്സ്, 1 ഡേ കോഴ്സ്, അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം സർട്ടിഫിക്കറ്റ് ഉള്ള കോഴ്സാണ്. അപ്പോൾ ഇതുപോലത്തെ കോഴ്സൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവരുടെ പേജ് ഞാൻ താഴെ കൊടുക്കാം. ഇഷ്ടമുള്ളവർക്കൊന്ന് ജസ്റ്റ് എൻക്വയറി ചെയ്തോളൂ കേട്ടോ. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇതുപോലെ ഒരു നല്ലൊരു ഷെഫ് ആവാൻ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു കേട്ടോ. നമ്മളെ സാഹചര്യങ്ങൾ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെല്ലാം ഒരുപാട് പേര് ഇങ്ങനെ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു ഒരു കോളേജ് പരിചയപ്പെടുത്തി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള അന്നത്തെ ദിവസം ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. 3 ടയർ കേക്കാണ്. ഫോണ്ടൻറ്റ് ഫുൾ കവർ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇത് ഫുള്ള് ഡമ്മിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ക്ലാസ് ആയതുകൊണ്ടാണ് ഡമ്മിയിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കേക്ക് കവർ ചെയ്തിട്ട് അതും ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത്. എൻ്റെ ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റ് ഇൻസ്റ്റയിൽ ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ബേക്കിംഗ് ഒന്നും ഇല്ലേ, കേക്ക് ഇനി വീട്ടിലുണ്ടാക്കൂലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ക്ലാസ് അവിടെ കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓർഡർ എടുക്കലും ചെയ്യലും സാധാരണ ചെയ്തിരുന്ന പോലെയൊക്കെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്